വിശുദ്ധ ഖുർആനിലെ അതിവിശിഷ്ടമായ ഈ സൂറത്ത് ഓതിയിട്ട് എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തീകരിച്ചു തരും. ഈ സൂറത്തിനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെ ഈ സൂറത്ത് പതിവാക്കുന്നതിൽ വലിയ ബറക്കത്തുണ്ട്, അത് ഒഴിവാക്കുന്നത് വൻ നഷ്ടമാണ്, കപടന്മാർക്കും അലസന്മാർക്കും ഇത് പതിവാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞ ആ മഹത്തായ സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ സൂറത്ത് ഒരു പറയുന്ന ഈ ഒരു രൂപത്തിൽ ഓതിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തീകരിച്ചു തരും. ഓതിയ ശേഷം ഒരു 7 ആയത്തുൽ കുർസി ഓതിയിട്ട് ദുആ ചെയ്യുകയാണ് അതിന്റെ ശൈലി. ഇൻഷാ അല്ലാഹ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ഏത് ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഇറക്കി വെക്കാൻ ഈ സൂറത്ത് മതിയാകുന്നതാണ്. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളും മുറാദുകളും ഒക്കെ ഹാസിലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടാകാറുള്ളത്. ചൊവ്വാഴ്ച മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. എല്ലാ ചൊവ്വാഴ്ചയും എന്ന് പറയുമ്പോൾ ഉള്ള ചൊവ്വാഴ്ചകൾ ഏതാണെന്ന് ഉറപ്പുവരുത്തണം. ചില ചൊവ്വാഴ്ചകളിൽ നമുക്ക് യാത്രകൾ ഉണ്ടാകുമ്പോൾ നമ്മളത് ഒഴിവാക്കാറുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കൃത്യമായിട്ട് അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഇതേപോലെ എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഇതിങ്ങനെ പറയാനുള്ള കാരണം പലരും വിചാരിക്കും വീഡിയോയിലും ഈ വിഷയത്തിന്റെ ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ പറയുന്നത് എന്തിനാണെന്ന്. നിങ്ങൾക്കറിയാം, ഫോൺ കോളുകൾ എടുക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. അതേപോലെ തന്നെ നമ്മുടെ മെസ്സേജുകൾക്ക് റീപ്ലൈ ചെയ്യാൻ കഴിയൂല. ഒരുപാട് മെസ്സേജുകളും ഫോൺ കോളുകളും വരുന്നതുകൊണ്ടാണ്. ഈ നമ്മുടെ ചാനൽ മുമ്പ് ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം, തുടക്കത്തിലൊക്കെ നമ്മൾ കോളുകൾ ധാരാളം അറ്റൻഡ് ചെയ്തിരുന്നു. അന്ന് നമുക്ക് കോളുകൾ വരുന്നത് കുറവായിരുന്നു. ഒരു ദിവസം ഒരു 19 കോളുകൾ വരൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോൾ നിരവധി കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റിൽ തന്നെ 4 കോളുകൾ വരുന്ന രൂപത്തിൽ അത്രയും ഫോൺ കോളുകൾ വരുമ്പോൾ നമുക്കത് എടുക്കാൻ കഴിയൂല. ആ ഒരു മാനസികാവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ടാണ് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാത്തത്. അപ്പൊ ഞായറാഴ്ച 10 മണിക്ക് ശേഷം വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യും. കാരണം ആ ദിവസം അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചതാണ്. അപ്പൊ അന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കാം. അത് വളരെ പെട്ടെന്ന് സംസാരിച്ച് അവസാനിപ്പിക്കുകയും വേണം. എവിടുന്നാണ് എന്നുള്ളതും അതേപോലെ തന്നെ പേരും ഡീറ്റെയിലും നൽകിയതിന് ശേഷം പെട്ടെന്ന് വഴി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവസാനിപ്പിക്കുക. പബ്ലിക് ആയിട്ട് നമ്മളൊരു ഡേറ്റ് പറയാത്തത് ഒരൊറ്റ തവണയാണ് നമ്മളത് പറഞ്ഞത്. ആ സമയത്ത് ധാരാളം ആളുകൾ ബുക്ക് ചെയ്യാതെ വന്നതുകൊണ്ട് നമുക്ക് നോക്കാനുള്ളൊരു പ്രയാസം ഉണ്ടായി. അതുകൊണ്ട് ഒരു കൃത്യമായ എണ്ണം മാത്രമേ നമ്മളിവിടെ എടുക്കുള്ളൂ. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ, അത് പ്രത്യേകം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നിറവേറ്റി തരാൻ ഒരുപാട് കാരണങ്ങൾ അതിനുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ സ്വതക്ക ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്കൊരു നന്മ ചെയ്യുന്നതാകാം, മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നതാകാം, എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന അമലുകൾ കാരണമായിട്ടാകാം. ഏതോ ഒരു രാത്രിയിൽ മരം കൊച്ചുന്ന തണുപ്പില് ഖിബിലയിലേക്ക് ഒരു മുസല്ല വലിച്ചിട്ട് നീ നിന്റെ റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യമായിരിക്കാം നിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കാരണം. ഒന്നും ചെയ്യാതൊന്നും സംഭവിക്കൂല എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഡയറക്റ്റ് അല്ല. അത് പ്രത്യേകം ഡയറക്റ്റ് അല്ല എന്ന് പറയുമ്പോൾ ഇത് വേറൊരു അർത്ഥത്തിലേക്ക് തൗഹീദിന്റെ വ്യത്യസ്ത മറ്റു രൂപങ്ങളിലേക്കൊന്നും പ്രവേശിക്കരുത്. ഡയറക്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ആ ഫോൺ അള്ളാഹു നേരിട്ട് നിങ്ങൾക്ക് തരികയല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നേരിട്ട് ഇന്ന വീടിന്റെ കീ എന്ന് പറഞ്ഞ് നിന്റെ കയ്യിൽ കീ തരുന്നില്ലല്ലോ. അപ്പൊ ഡയറക്റ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയില്ല. ഓരോ കാര്യകാരണങ്ങളിലൂടെയാണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ, അത് മറ്റു പലരിലൂടെയും നമ്മിലേക്ക് എത്തിക്കിട്ടാൻ, അതിന് നല്ല വഴി തുറന്നു കിട്ടാൻ, അത് നാം എന്താണ് അതിന് ചെയ്യേണ്ടത്? അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കുക എന്നുള്ളതാണ്. അത് ചോദിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ഈ പറയുന്ന അമലുകളൊക്കെ. എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അള്ളാഹു നമുക്ക് അത് അവരിലൂടെ നമുക്ക് സാധിച്ചു തരും എന്നുള്ളതാണ്. അപ്പൊ ഞാനിത് പറയുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദികളുടെയും വഹാബിസത്തിന്റെയൊക്കെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് അള്ളാഹു ഡയറക്റ്റ് തരില്ല, ഒരു ഇടയാളൻ അതിന്റെ ഇടയിൽ ആവശ്യമുണ്ടോ എന്ന ചിന്തകൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടോ മറ്റെല്ലാ
ചിന്തകളിലേക്ക് ആരും പോകുകയും ചെയ്യരുത്. ആ രൂപത്തിലല്ല നമ്മൾ പറയും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പഞ്ചസാരയും അതേപോലെ അരിയും സാധനങ്ങളൊക്കെ നമ്മൾ അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാൽ അള്ളാഹ് തരില്ലല്ലോ, നമ്മൾ കടയിൽ പോയിട്ടല്ല വാങ്ങിക്കുന്നത്. അതേപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം അള്ളാഹു പൂർത്തീകരിച്ചു തരുന്നത് ഏതെങ്കിലും ആളുകളിലൂടെ, എന്തെങ്കിലും കാരണങ്ങളിലൂടെയൊക്കെ ആയിരിക്കും. അപ്പൊ ആ കാരണങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിവിശിഷ്ടമായ ഒരു സൂറത്തിനെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിലെ നേരത്തെ നാം തുടക്കത്തിൽ പറഞ്ഞ ആ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് നമുക്കൊക്കെ അറിയാം. വിശുദ്ധ ഖുർആനിലെ 2ാമത്തെ സൂറത്താണ് സൂറത്തുൽ ബഖറ. വിശുദ്ധ ഖുർആനിലെ 2ാമത്തെ സൂറത്ത്. ഈ സൂറത്തുൽ ബഖറ ഞാൻ ഈ പറയുന്ന രൂപത്തിലാണ് ഓതേണ്ടത്. അതെങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ വിശദീകരിക്കുന്നുണ്ട്. ളുഹർ നിസ്കാരത്തിന് ശേഷം ഇത്ര തവണ ഇത്ര ആയത്തുകൾ, അസ്റിന് ശേഷം ഇത്ര ആയത്തുകൾ, മഗ്രിബിന് ശേഷം ഇത്ര ആയത്തുകൾ, ഇങ്ങനെ ഒരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ചിട്ടാണ് ഓതേണ്ടത്. അത് നമ്മളിവിടെ ഡിസ്പ്ലേയിൽ ഇൻഷാ അല്ലാഹ് അത് എഴുതി കാണിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ വിശുദ്ധ ഖുർആനിലെ 2ാമത്തെ സൂറത്താണ് സൂറത്തുൽ ബഖറ. ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിലെ 286 ആയത്തുകളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ബഖറയുടെ വിവിധങ്ങളായ വിശേഷണങ്ങൾ പ്രത്യേകം പരാമർശിച്ച ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഭൗതികവും പാരത്രികവുമായ നിരവധി നേട്ടങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ സൂറത്തുൽ ബഖറ പ്രിയമുള്ളവരെ ധാരാളമാണ്. അത് ഓതേണ്ട രൂപം നമ്മളിവിടെ വിശദീകരിക്കുന്നുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ സൂറത്തിൽ വിവരിച്ചിട്ടുള്ള എല്ലാ കൽപ്പനകളും വിധിവിലക്കുകളും സംഭവ വികാസങ്ങളൊക്കെ വളരെയധികം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ സൂറത്തുൽ ബഖറ അത് ഒരുപാട് വിഷയങ്ങൾ അതിൽ പറയുന്നുണ്ട്, ഒരുപാട് വിധിവിലക്കുകൾ അതിൽ പറയുന്നുണ്ട്. നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സൂറത്തുൽ ബഖറ നമ്മൾ ഓതേണ്ട രൂപം പറയുന്നത് സൂറത്തുൽ ബഖറയിലാണ് പ്രസിദ്ധമായ ഒരു ആയത്ത് നമുക്കൊക്കെ അറിയാം. ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആ വിശിഷ്ടമായ ആയത്ത് 255ാമത്തെ ആയത്താണ് ആയത്തുൽ കുർസി എന്ന പേരിൽ നമ്മൾ വിളിക്കാറുള്ളത്. ആയത്തുൽ കുർസിന്റെ മഹത്വം മാത്രം പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിൽ വലിയ ബറക്കത്ത് ഉണ്ടാകും എന്നുള്ളതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക, തീർച്ചയായും അത് പതിവാക്കുന്നവരിൽ ബറക്കത്ത് ഉണ്ടാകും, ഒഴിവാക്കുന്നവർക്ക് വൻ നഷ്ടവും സംഭവിക്കും. കപടന്മാർക്കും അലസന്മാർക്കും ഇത് പതിവാക്കാൻ കഴിയുകയില്ല. ഈ പതിവാക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ ദിവസവും ഓതുക എന്ന അർത്ഥത്തിനും ഉപയോഗിക്കാം, മാസത്തിൽ ഒരിക്കൽ ഓതുക എന്ന അർത്ഥത്തിനും ഉപയോഗിക്കാം, ആഴ്ചയിൽ ഒരിക്കൽ ഓതുക എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാം. അപ്പൊ നമ്മളത് എങ്ങനെയാണോ അത് പതിവാക്കാൻ തീരുമാനിക്കുന്നത്, ദായിമാക്കാൻ തീരുമാനിക്കുന്നത്, ആ രൂപത്തിൽ അത് കൊണ്ടു നടന്നാൽ മതി. ഒരാൾ ആഴ്ചയിൽ ഒരിക്കൽ സൂറത്തുൽ ബഖറ ഓതും എന്ന് തീരുമാനിച്ചാൽ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ പതിവാക്കി കൊണ്ടുപോകാം. ഇനി ദിവസത്തിൽ ഓതാൻ കഴിയും എന്നുള്ളവര് അങ്ങനെ ദിവസത്തിൽ ഓതുന്നതിനെ പതിവാക്കാം, മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ അങ്ങനെ പതിവാക്കാം. സൂറത്തുൽ ബഖറ പതിവാക്കാതിരിക്കുക എന്നുള്ളൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബഖറ പരമാവധി എങ്ങനെയാണോ നമുക്ക് ദായിമാക്കാൻ പറ്റുന്നത് ആ രൂപത്തിൽ ദായിമാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ബഖറയിലാണ് ആയത്തുൽ കുർസി ഉള്ളത്. നമുക്കൊക്കെ അറിയാം, മഹാനരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉബയ്യ് ഇബ്നു കഅബിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏറ്റവും മഹത്വമേറിയ സൂക്തം ഏതാണ്? അള്ളാഹുവിനും അവന്റെ അപ്പോ മഹാനരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹു വ റസൂലുഹു അഅലം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ മരണമല്ലാത്ത മറ്റൊന്നും അവന്റെ സ്വർഗപ്രവേശത്തിന് തടസ്സമാകില്ല എന്നുള്ളത്. നിങ്ങളൊക്കെ ഈ നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതുന്നവരാണ്, നമ്മളൊക്കെ ഓതുന്നവരാണ്. അങ്ങനെ ഓതാത്തവരുണ്ടെങ്കിൽ അത് പതിവാക്കുക. അവരുടെയും സ്വർഗത്തിനെയും ഇടയിൽ പിന്നെ തടസ്സമായിട്ട് കിടക്കുന്നത് മൗത്ത് മാത്രമാണ്, മരണം മാത്രം.
മരിക്കേണ്ട താമസം അവർ സ്വർഗത്തിലായിരിക്കും എന്നാണ് അർത്ഥം. അപ്പൊ അത് വലിയ നേട്ടല്ലേ? നമ്മൾ എത്ര ദോഷങ്ങൾ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകാൻ കാരണമാകുന്ന ഒരു സൂറത്താണ്, ആയത്താണ് മഹത്തായ ആയത്തുൽ കുർസി. അത് ആയത്തുൽ കുർസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്ത് കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇപ്പോ പറഞ്ഞത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നതിന്റെ രൂപമാണ്. സൂറത്തുൽ ബഖറ നമ്മുടെ ഏത് ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാനും വേണ്ടിയിട്ട് ഓതേണ്ട രൂപം എങ്ങനെയാണെന്ന് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാം. നോക്കൂ, ആദ്യമായിട്ട് സുബ്ഹ് നിസ്കാരത്തിന് ശേഷം, ഇതൊരു സുബ്ഹിക്കാണ് ഈ അമൽ ആരംഭിക്കേണ്ടത്. ആദ്യമായിട്ട് സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 58 വരെയുള്ള ആയത്തുകൾ ഓതുക. സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 58 വരെയുള്ള ആയത്തുകൾ അത് സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്ന് ഓതാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ഓതുക. ഇനി കാലിനൊക്കെ വേദനയുള്ളവര്, പ്രയാസങ്ങളുള്ളവര് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് അങ്ങനെ തന്നെ ഓതുക. അത് കഴിഞ്ഞിട്ട് 58-ാമത്തെ ആയത്ത് മുതൽ 118-ാമത്തെ ആയത്ത് വരെ ളുഹർ നിസ്കാരത്തിന് ശേഷം ഓതുക. 58-ാമത്തെ ആയത്ത് മുതൽ 118-ാമത്തെ ആയത്ത് വരെ ളുഹർ നിസ്കാരത്തിന് ശേഷം ഓതുക. അസ്ർ നിസ്കാരത്തിന്റെ ശേഷം 176-ാമത്തെ ആയത്ത് വരെ, 118-ാമത്തെ ആയത്ത് മുതൽ 176-ാമത്തെ ആയത്ത് വരെ അസ്ർ നിസ്കാരത്തിന് ശേഷം ഓതുക. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 176-ാമത്തെ ആയത്ത് മുതൽ 233-ാമത്തെ ആയത്ത് വരെ ഓതുക. ഇശാ നിസ്കാരത്തിന്റെ ശേഷം 233-ാമത്തെ ആയത്ത് മുതൽ വബഅദൽ ഇശാഇ വബഅദൽ ഇശാഇ ഇലാ ആഖിരി സൂറ, സൂറത്തിന്റെ അവസാനം വരെ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 233-ാമത്തെ ആയത്ത് മുതൽ ഓതുക. അങ്ങനെ ഓതിക്കഴിഞ്ഞ് പൂർണ്ണമായും ഓതിയതിന്റെ ശേഷം, അപ്പൊ അവസാനത്തെ നിസ്കാരം എന്ന് പറയുന്നത് ഇശാ നിസ്കാരമാണ്. ഇശാ നിസ്കാരത്തിന്റെ ശേഷം അവസാനം വരെ ഓതിയതിന്റെ ശേഷം ഒരു 7 തവണ ആയത്തുൽ കുർസി ഓതിയിട്ട് അവന്റെ ആഗ്രഹം റബ്ബിനോട് പ്രത്യേകമായിട്ട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും. ഈ വിശുദ്ധമായ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ശ്മശാനം പോലെയാക്കരുത്, ഖബറുകൾ പോലെ ഖുർആനോത്തുകളോ ദിക്റുകളോ ഇല്ലാത്ത വീടുകളാക്കരുത്. സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന ഭവനങ്ങളിൽ നിന്ന്, വീടുകളിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടുന്നതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നമുക്കൊക്കെ അറിയാം. സൂറത്തുൽ ബഖറ പാരായണം, ഈ ഒരു രൂപം ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാചിന്റെ ശല്യം ഉണ്ടാകൂല, ശൈത്വാനീയത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകൂല. അതുകൊണ്ട് തന്നെ ഈ ശൈത്വാനീയത്തിന്റെ വിഷയങ്ങളൊക്കെ ഉള്ള ആളുകളെ സൂറത്തുൽ ബഖറയിലെ ചില പ്രധാനപ്പെട്ട ചില ആയത്തുകളൊക്കെ ഉണ്ട്. ആ ആയത്തുകളിലെ ചില മന്ത്രങ്ങളൊക്കെ നല്ല ഫലം ചെയ്യും എന്നുള്ളതാണ്. നമ്മളൊക്കെ ചില ആളുകളെ മന്ത്രിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ സൂറത്തുൽ ബഖറയിലെ ചില ആയത്തുകളെ, ഷെയ്ത്വാനുമായി ബന്ധപ്പെട്ട ചില ആയത്തുകളൊക്കെ, അത്തരം വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ആയത്തുകളെ ബഖറയൊക്കെ ഓതാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് തന്നെ അത്തരം ആളുകളുടെ ശരീരങ്ങളിൽ നിന്ന് ഷെയ്ത്വാനീയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവരിങ്ങനെ തുറന്നു പറയുന്ന രൂപത്തിലേക്കൊക്കെ എത്തുന്നത് കാണാൻ സാധിക്കാറുണ്ട്. അത് സൂറത്തുൽ ബഖറയിലെ അത്രയും ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ ബഖറ. അപ്പോ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ വെച്ച് എല്ലാ ദിവസവും സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിശാചിന്റെ ഉപദ്രവം തടയുന്നതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഉരുക്കുകോട്ടയാണ് യഥാർത്ഥത്തിലെ സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസി എന്നൊക്കെ പറയുന്ന ആ മഹത്തായ ആയത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്, ആ ആയത്ത് ഖുർആനിലെ മുഴുവൻ ആയത്തുകളുടെയും നേതാവാണ്. പിശാചിന്റെ സാന്നിധ്യമുള്ള വീട്ടിൽ അത് പാരായണം ചെയ്താൽ തീർച്ചയായും ആ പിശാച് പുറത്തു പോകും. ആ ആയത്ത് ആയത്തുൽ കുർസിയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൂറത്തുൽ ബഖറയിലാണ് ഇതൊക്കെ ഉള്ളത്. സൂറത്തുൽ ബഖറയിൽ അതല്ലാത്ത ഒരുപാട് ആയത്തുകളുണ്ട്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ ഓതേണ്ട രൂപം എന്ന് പറയുന്നത് ഒരു ദിവസം, ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന അമലാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ബഖറയുടെ ഈ അമൽ. ഒരൊറ്റ ദിവസം നമുക്ക് മതി. അപ്പൊ ഒറ്റ ദിവസത്തിൽ പരമാവധി ഓതുമ്പോ അക്ഷരശുദ്ധിയോടുകൂടെ ഓതാൻ വേണ്ടി ശ്രമിക്കാം. നല്ല സ്ഫുടമായിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കാം.
നല്ല സ്ഫുടമായിട്ട് ഓതാൻ എന്ന് പറയുമ്പോൾ കുറേ സമയമെടുത്ത് ഓതണമെന്നൊന്നുമില്ല അതിൻ്റെ അർത്ഥം. അത് നമുക്ക് കഴിയുന്ന രൂപത്തിൽ അക്ഷരങ്ങൾ നമ്മുടെ പരമാവധി നമുക്ക് കഴിയുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ യൂട്യൂബൊക്കെ കാണുന്ന ആളുകളല്ലേ, ഏതെങ്കിലും ഒരു ഖാരിഇന്റെ ഓത്ത് ഓപ്പൺ ചെയ്തു വെക്കുക, എന്നിട്ട് 58-ാമത്തെ ആയത്ത് നിങ്ങൾ ഖുർആനിൽ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ആ ഖിറാഅത്തിനോട് ഒരുമിച്ച് നിങ്ങൾ അതിനോടൊപ്പം കേട്ട് ഓതുക. നമ്മൾ ആയത്തുൽ കുർസിയെ ഒരു ദിവസം തീർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും 12,000 ബിസ്മിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ബിസ്മി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ ആയത്തുൽ കുർസി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒപ്പം ഓതുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒപ്പം ഓതിയാൽ ഒരുവിധം തെറ്റുകളിൽ നിന്നൊക്കെ, അക്ഷരത്തെറ്റുകളിൽ നിന്ന്, നിയമങ്ങൾ തെറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് ഒരുവിധം മാറിയിട്ട് നമുക്ക് ഓതാൻ പറ്റും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അക്ഷരത്തെറ്റ് കൂടാതെ ഓതണം. അപ്പൊ എനിക്കത് ഓതാൻ അറിയൂല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ പണ്ടുകാല ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ, ഈ കാലഘട്ടത്തിലൊക്കെ നമുക്ക് അറിവില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന സാഹചര്യം ഇപ്പൊ നിലവിലില്ല. കാരണം എങ്ങനെ നോക്കിയാലും എവിടെ നോക്കിയാലും ഇന്ന് അറിവ് പഠിച്ച, ഇൽമ പഠിച്ച സഹോദരിമാരുൾപ്പെടെയുണ്ട്. അവരൊക്കെ ദീന പഠിച്ചവരുണ്ട്, ഖുർആൻ പഠിച്ചവരുണ്ട്, ഹാഫിളത്തുകളുണ്ട്. ഉസ്താദുമാരും തന്നെ നമുക്കൊക്കെ സുലഭമായിട്ട് ഇന്ന് പുതിയ മാധ്യമങ്ങൾക്ക് ഉപയോഗിച്ച് ഖുർആൻ ഓതാനും വായിക്കാനൊക്കെ പഠിക്കാനുള്ള എത്രയോ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കൂല. ഒരാൾ ഫാത്തിഹ ഓതാൻ പഠിക്കൽ നിർബന്ധമായ ബാധ്യതയാണ് അവന്റെ മേലിൽ. അപ്പോ നാളെ പരലോകത്ത് നിന്ന് അല്ലാഹു നിസ്കാരത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ഫാത്തിഹ ഓതാൻ അറിയാത്തതിന്റെ പേരിലാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കൂല എന്ന്. കാരണം ഇന്ന് ഫാത്തിഹ പഠിക്കാനുള്ള എത്രയോ സംവിധാനങ്ങളുണ്ട്. സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിക്കാതിരിക്കുന്നത് നമ്മുടെയൊക്കെ വീഴ്ചയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാല് സൂറത്തുൽ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് തീർക്കാവുന്ന ഒരു അമലാണ്. അപ്പൊ സൂറത്തുൽ ബഖറയാണ് ഈ അമല് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ സൂറത്തുൽ ബഖറയാണ് ഓതേണ്ടത്. ഒരൊറ്റ ദിവസം മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു ദിവസം നല്ല നെയ്യത്തോടുകൂടെ അന്നത്തെ ദിവസം വളരെ നേരത്തെ തന്നെ കുളിക്കാൻ കഴിയുമെങ്കിൽ ഫ്രഷ് ആയിട്ട് വളരെ നേരത്തെ തന്നെ കുളിച്ച്, നിങ്ങൾ രാവിലെ വളരെ നേരത്തെ കുളിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കിയാൽ മതി, ഒരു പ്രത്യേക എനർജി അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. പ്രഭാതത്തിൽ ഏർലി മോർണിംഗിൽ കുളിക്കുന്ന ആളുകൾക്ക് അത് ഞാൻ മറ്റൊരു സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ശുദ്ധീകരണ വിഷയങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മളൊരു ദിവസം സംസാരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ രൂപം പറയും. വുളു എടുക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട, നമ്മുടെ ഇടയ്ക്കിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സുന്നത്തുകൾ, എന്നാൽ ഒരു ചെറിയ ഉണർത്തൽ കൊണ്ട് മാത്രം അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും, അങ്ങനത്തെ ചില സുന്നത്തുകൾ. അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാകാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, എഴുന്നേറ്റത് മുതൽ അന്നത്തെ ദിവസം കിടക്കുന്നത് വരെ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അന്ന് നമ്മൾ അതിന്റെ ആരോഗ്യ ഗുണങ്ങളും മറ്റുമൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കും. ഇപ്പൊ നമ്മൾ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, വളരെ നേരത്തെ തന്നെ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ നിസ്കരിക്കുക. അതൊക്കെ ജീവിതത്തിൽ പകർത്തണം കേട്ടോ, തഹജ്ജുദ് നിസ്കാരങ്ങളൊക്കെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി കുറഞ്ഞ കാലമല്ലേ നമുക്ക് ജീവിക്കാനുള്ളൂ. കുറെ കാലം ജീവിക്കാൻ കഴിയും തോന്നുന്നുണ്ടോ? അള്ളാഹു എപ്പോഴാണ് നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് പറയാൻ പറ്റുമോ? എപ്പോ തിരിച്ചു വിളിച്ചാലും നമുക്ക് പോകേണ്ടി വരൂലേ? അതുകൊണ്ട് എപ്പോഴും റെഡി ആയിട്ടിരിക്കുക. എപ്പോഴാണോ നമ്മുടെ വീടിന്റെ മുമ്പിലെ ആളുകൾ വന്നിരുന്ന് മയ്യത്തെടുക്കുക എന്ന് ചോദിക്കുന്ന സമയം എപ്പോഴാ വരാന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഏത് നിമിഷവും സംഭവിച്ചേക്കാം. അതുകൊണ്ട് റബ്ബിലേക്ക് എപ്പോഴും മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പോടുകൂടെ തന്നെ നിൽക്കുക. അള്ളാഹു നമ്മുടെയൊക്കെ മൗത്ത്, മരണം ഖൈറായ സമയത്തിലാക്കി തരട്ടെ. നമുക്കൊക്കെ ഖൈറായ സമയം എപ്പോഴാണ് അത് അള്ളാഹുവിനെ അറിയാൻ സമയത്തിലാക്കി തരട്ടെ. അതുകൊണ്ട് തന്നെ തഹജ്ജുദ് നിസ്കരിക്കുക. ഇനി കുറഞ്ഞ സമയം നമുക്ക് ജീവിക്കാനുള്ളൂ. ഇപ്പൊ 40 വർഷം ജീവിച്ച ആളുകള്, ഇത് കേൾക്കുന്ന ഒരു 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സുള്ള ആളുകളില്ലേ? എത്രയോ സ്വഹാബാക്കൾ, അമ്പിയാക്കളൊക്കെ മരണപ്പെട്ടത് 60-ന്റെയും 70-ന്റെയും ഇടയിൽ. നമ്മുടെയൊക്കെ ആയുസ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 60-ന്റെയും 70-ന്റെയും ഇടയിൽ എന്നാ പറഞ്ഞത്. അതിനെ ഓവർകം ചെയ്യുന്നവർക്ക് അപൂർവമായിട്ട് കാണുള്ളൂ. ഇപ്പൊ ആരോഗ്യം പലരുടെയും ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെയൊക്കെ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അവയവങ്ങൾക്കൊക്കെ വീക്ക് വന്നിട്ടുണ്ടോ, അതിനെന്തെങ്കിലും രോഗങ്ങളുണ്ടോ, ഒന്നും നമുക്കറിയൂല. അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
വളരെ നേരത്തെ തന്നെ എഴുന്നേൽക്കുക. നേരത്തെ എഴുന്നേറ്റ് വൃത്തിയായി ശുദ്ധിയായി കുളിക്കാൻ പറ്റുന്നവർ കുളിച്ച് നല്ല സുഗന്ധം പൂശി പൂർണ്ണമായ സുന്നത്ത് പാലിച്ച് പൂർണ്ണമായ കാമിലായ വുളു എടുത്ത് നേരെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടിയിരിക്കുക. നല്ല റാഹത്തോടുകൂടെ സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടിയിരിക്കുക. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആയത്ത് അലിഫ് ലാം മീം മുതൽ സൂറത്തുൽ ബഖറയിലെ 58ാമത്തെ ആയത്ത് വരെ വളരെ ആത്മാർത്ഥമായിട്ട് ഓതുക. ഖിബ്ലക്ക് മുന്നിട്ട് ഓതുക, ഇരുന്നോതുക, കാല് നീട്ടിയിരിക്കാതെ വളരെ അദബോടുകൂടെ തന്നെ എല്ലാവരും ആത്മാർത്ഥമായി ഓതുക. അങ്ങനെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ആ ഓത്ത് കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റു. അതിൻ്റെ ഇടയ്ക്കൊന്നും ചെയ്യേണ്ട. ആ ളുഹർ നിസ്കാരം കഴിഞ്ഞ് 58ാമത്തെ ആയത്ത് മുതൽ 118ാമത്തെ ആയത്ത് വരെ ഓതുക. ളുഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയത്ത് ഇത് കഴിഞ്ഞു. പിന്നെ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് 176ാമത്തെ ആയത്ത് വരെ, നേരത്തെ അവസാനിപ്പിച്ചത് മുതൽ 176ാമത്തെ ആയത്ത് വരെ ഓതുക. അത് കഴിഞ്ഞിട്ട് അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് 176ാമത്തെ ആയത്ത് മുതൽ 233ാമത്തെ ആയത്ത് വരെ ഓതുക. 233ാമത്തെ ആയത്ത് മഗ്രിബോട് കൂടെ കഴിയും, 233 വരെ. പിന്നെ മഗ്രിബ് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് 233ാമത്തെ ആയത്ത് മുതൽ 286ാമത്തെ ആയത്ത് വരെ ഓതുക. ഇതാണ് ചെയ്യേണ്ട അമല്. ഈ അമല് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു ദിവസം നമ്മുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു നോക്കൂ. നല്ലൊരു വീടും സ്ഥലവും ലഭിക്കാൻ, വീട് പണി പൂർത്തിയാകാൻ, മകൻക്ക് നല്ല ജോലി ലഭിക്കാൻ, കടങ്ങൾ വീടി കിട്ടാനുള്ള വഴി അള്ളാഹു തുറന്നു തരാൻ. വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തിനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ഞാനിതിന്റെ തുടക്കത്തിൽ പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. തീർച്ചയായും അത് പതിവാക്കുന്നതിൽ വലിയ ബറക്കത്തുണ്ട്, ഒഴിവാക്കുന്നത് വലിയ നഷ്ടവുമാണ്. കപടന്മാർക്കും അലസന്മാർക്കും ഇത് പതിവാക്കാൻ കഴിയുകയില്ല. ഈ ഒരു വാക്യം നിങ്ങൾ ഓർമ്മിച്ചു വെച്ചില്ലേ? മുത്തുനബി തങ്ങൾ പറഞ്ഞേ. ഇനി നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തവരാരൊക്കെ? പോട്ടെ, 2 ആഴ്ചയായിട്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്തോ? 1 മാസമായിട്ട് സൂറത്തുൽ ബഖറ പൂർണ്ണമായും പാരായണം ചെയ്തവരാണോ നമ്മൾ? അല്ല എന്നുണ്ടെങ്കിൽ ഈ വാക്കുകളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. കപടന്മാർക്കും അലസന്മാർക്കും ഈ സൂറത്തുൽ ബഖറ പതിവാക്കാൻ കഴിയുകയില്ല. നമ്മൾ ആ പരിഗണനയിൽ പെടൂലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത് പതിവാക്കുന്നതിൽ ബറക്കത്തുണ്ട്, ഒഴിവാക്കുന്നത് തീരാ നഷ്ടമായിരിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നു, ബറക്കത്തില്ല എന്ന് തോന്നുന്നു. മുത്തുനബി തങ്ങളുടെ ഈ വാക്യം നമ്മൾ ഉപയോഗിച്ച കാരണം കൊണ്ടായിക്കൂടെ? അതുകൊണ്ട് നമ്മളെ ഉപേക്ഷിച്ച കാരണം കൊണ്ടായിക്കൂടെ? അതുകൊണ്ട് നമ്മൾ സൂറത്തുൽ ബഖറ പതിവാക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തുക. അത് വലിയ സൂറത്താണ്, സ്വാഭാവികമായിട്ടും വലിയ സൂറത്താണ്. ഈ ഒരു രൂപത്തിൽ ഓതാവുന്നതാണ്. അപ്പൊ അത് പ്രയാസമില്ലാതെ ഓതി തീർക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരുപാട് അമലുകൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. 12,000 ബിസ്മിയുടെ അമൽ പറഞ്ഞു, അസ്മാഉൽ ഹുസ്നയുടെ അമൽ പറഞ്ഞു, അതേപോലെ തന്നെ സൂറത്ത് യാസീനിന്റെ അമൽ പറഞ്ഞു. അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള പ്രത്യേകമായിട്ടുള്ള അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫത്ഹ് മഹാത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കഥ പറയുന്ന സൂറത്തുൽ ഫത്ഹിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ അമലുകളൊക്കെ ചെയ്യുന്നവരുണ്ട്. അതോടൊപ്പം ചേർത്ത് സൂറത്തുൽ ബഖറ ഈ രൂപത്തിൽ ഒന്ന് ഓതി നോക്കൂ. അള്ളാഹു നമുക്ക് അത്ഭുതങ്ങളുടെ കവാടങ്ങൾ തുറന്നു തരും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സലാമത്ത് നൽകാൻ കാരണമാകും. നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ബറക്കത്ത് കടന്നു വരാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്, അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ റിയാള എന്ന് പറയുമ്പോൾ അത് പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതാർക്കും അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാം. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പം. റിയാള എന്ന് പറയുമ്പോൾ അത് കഠിനമായ റിയാളകളാണ്. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള വളരെ ലളിതമായ റിയാളകളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത്തരം റിയാദകൾ പൂർത്തിയാക്കി വീട്ടേണ്ടവർക്ക് അതുമായി ബന്ധപ്പെട്ട അസ്മാഉൽ ഹുസ്ന 99 തവണ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ കിട്ടാത്ത കാരണം കൊണ്ട്, കൃത്യമായ അദദുകൾ കിട്ടാത്ത കാരണം കൊണ്ട് റിയാദ പൂർത്തിയാക്കി വീട്ടാത്തവരാണെങ്കിൽ
ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനൊരു മാർഗം കണ്ടെത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ നമ്മൾ അദദ് കൃത്യമായിട്ട് അത് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു തവണ ചെയ്തതാണ് അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ. ഇൻഷാ അല്ലാഹ് ഇനി വേണമെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ നൂറെ മദീനയിൽ മജ്ലിസ് അസ്മാഉൽ ഹുസ്ന നടക്കുന്നുണ്ട്. അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പങ്കെടുക്കുക. അസ്മാഉൽ ഹുസ്ന അത്ഭുതങ്ങളുടെ കലവറയാണ് പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ വിളിച്ചുള്ള ദുആ അത് ഇജാബത്ത് കിട്ടാൻ കാരണമാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്ന മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട്. നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക. അല്ലാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഇവിടെ നേരിട്ട് ഓരോ ചൊവ്വാഴ്ചകളിലും വരുമ്പോൾ പ്രത്യേകം ദുആക്ക് ഏൽപ്പിച്ചിട്ടാണ് പോകാറുള്ളത്. നമ്മൾ അവരോടൊക്കെ വാക്ക് കൊടുക്കാറുണ്ട് ദുആയിൽ ഉൾപ്പെടുത്തുമെന്നുള്ളത്. ഇവിടെ ആര് വന്നിട്ടുണ്ടോ, എന്തുദ്ദേശം കൊണ്ടാണോ വന്നത്, എന്താണോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, അതെല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണം അല്ലാഹ്. നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാനെ. വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കണം അല്ലാഹ്. അതുകൊണ്ട് വളരെ സവിശേഷതയുള്ള സൂറത്തുൽ ബഖറ, ആ സൂറത്തുൽ ബഖറ കൊണ്ടുള്ള അമല് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക, ഒരൊറ്റ തവണ. അതോടൊപ്പം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു വിഭാഗം ആളുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് സൂറത്തുൽ ബഖറ ഏതെങ്കിലും ഒരു സമയം പതിവാക്കാൻ വേണ്ടി കണ്ടെത്തുക. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ എല്ലാ ദിവസവും ശുദ്ധിയുള്ള എല്ലാ ദിവസങ്ങളിലും ഓതാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ സൂറത്തുൽ ബഖറ പതിവാക്കുന്നവരുണ്ട്, അറിയാം. പല ആളുകളും കഠിനമായ ഖിറാഅത്തിലും നല്ല ശക്തമായ രൂപത്തിലുള്ള ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്നവരുണ്ട്. നമ്മളെ ഇവിടേക്ക് നേരിട്ട് വരുന്ന പല ആളുകളും, അത് ചെറുപ്പക്കാരെന്നോ പ്രായമുള്ളവരെന്നോ വ്യത്യാസമില്ല. ചെറുപ്പക്കാര് പലരും വിചാരിക്കും ചെറുപ്പക്കാരെന്നോ അതിനൊന്നും കിട്ടൂല എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ തെറ്റിദ്ധാരണയാണ്. എത്രയോ ചെറുപ്പക്കാര് അസ്മാഉൽ ഹുസ്നയുടെ റിയാദ വീട്ടിയിട്ട് വലിയ റിയാദകൾ വീട്ടാൻ വേണ്ടി ചോദിച്ചവരും, അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ഓരോ അമലുകളും എഴുതി വെച്ച് ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്, പ്രവാസികളുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം അവർ ചിലപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടാകും. കഴിഞ്ഞ ദിവസം അസ്മാഉൽ ഹുസ്നയുടെ നമ്മൾ ചെയ്തു വെച്ച വീഡിയോയിൽ നിന്നൊക്കെ അദദ് നോക്കിയെടുത്തിട്ട് അത് ശരിക്കും അവരുടെ മൊബൈലിൽ ഒരു പ്രിന്റ് ആക്കി വെച്ചിട്ട് എനിക്ക് അയച്ചെന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇത് അയച്ചത്? അപ്പൊ അവരവരുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദിനോട് ആരെങ്കിലും അസ്മാഉൽ ഹുസ്നയുടെ അദദ് ചോദിക്കണമെങ്കിൽ അവർക്ക് ചെയ്തു കൊടുത്താൽ മതിയെന്ന്, അവർക്ക് ഇത് അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ അയച്ചെന്നു. നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും അയച്ചെടുക്കാൻ സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. അവർ നല്ല വൃത്തിയിൽ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകളുടെ അദദും വളരെ വൃത്തിക്ക് എഴുതിയിട്ട് നമുക്ക് അയച്ചെന്നതാണ്. അല്ലാഹു അവർക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ. അവരുടെ ജീവിതത്തിൽ അല്ലാഹു വലിയ സന്തോഷം നൽകട്ടെ. ഞാൻ അവരുടെ പേര് ഓർക്കുന്നില്ല, നേരത്തെ കുറച്ച് മുമ്പ് വന്ന മെസ്സേജാണ്. അവര് അസ്മാഉൽ ഹുസ്നയൊക്കെ വളരെ കൃത്യമായിട്ട് അതിന്റെ റിയാദ വീട്ടുന്നതിന്റെ തൊട്ട് മുമ്പ് വിളിച്ച് ചോദിക്കുകയും ഉസ്താദ് ഞാൻ റിയാദ വീട്ടാണ് എന്ന് പറയുകയും റിയാദ വീട്ടിയിട്ട് അവർ അറിയിക്കുകയൊക്കെ ചെയ്തു. നല്ല മനുഷ്യൻ. അല്ലാഹു അവർക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ. അവരുടെ ജീവിതത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകട്ടെ. അസ്മാഉൽ ഹുസ്ന കൊണ്ട് അമൽ ചെയ്യുന്നതിന് അല്ലാഹു നല്ല ഖൈറും സലാമത്തും ബറക്കത്തും നൽകിയ ജീവിതമാക്കി ക്രമപ്പെടുത്താനുള്ള വഴികളൊക്കെ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുമെന്ന് വസിയത്ത് ചെയ്യുന്നു. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുന്നു, ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷന്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല, ചൊവ്വാഴ്ചകൾ മാത്രമാണ് ഉണ്ടാവുക. അതെല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉള്ളതറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ നോക്കിയാൽ സ്റ്റോറിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.